നിൽക്കുന്നത് നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ. നിൽക്കുന്നത് നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ. പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഏതുമില്ല. പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഏതുമില്ല. നിൽക്കുന്നത് നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ. നിൽക്കുന്നത് നിന്റെ കൃപ, ചെയ്യുന്നതും നിന്റെ കൃപ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് 41-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വീഴ്ക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഏതൊക്കെ സ്ഥലങ്ങൾ, ഏതൊക്കെ നിലയിൽ കിടക്കുന്നവരെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണ് എളിയവൻ. അപ്പൊ ദൈവത്തിന്റെ കണ്ണുകൾ എവിടെയൊക്കെയാണ്? ദൈവത്തിന്റെ കൺസേൺ കണ്ടോ? എളിയവൻ, ബലഹീനൻ, തകർന്നവൻ, ജീവിതത്തിൽ അംഗവൈകല്യമുള്ളവർ, അവരെല്ലാം കുറിച്ച് ദൈവത്തിന് ഒരു കൺസേൺ ഉണ്ട്. ആ ബലഹീനരായ വ്യക്തികൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരോടുള്ള ആദരവ് നോക്കി, ബഹുമാനം നോക്കി അനുഗ്രഹിക്കാനും കാത്തു നിൽക്കുന്ന ഒരു ദൈവം. അങ്ങനെ ആകുമ്പോൾ ഈ വ്യക്തികൾ മറ്റു പലരുടെയും അനുഗ്രഹത്തിൻ്റെയും കാരണങ്ങളാകുന്നു. സ്തോത്രം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പാവപ്പെട്ടവരെയും ബലഹീനരെയും എളിയ ജനത്തെയും അങ്ങനെ വലിയ പേരുകളും പെരുമകളൊന്നും ഇല്ലാത്തവരെ ഓണർ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. പലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രായം മൂത്ത മുതിർന്ന വ്യക്തികളെ പോലും പേര് വിളിക്കുന്നതും അതൊക്കെ ചില സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം. എങ്കിലും ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ബഹുമാനം കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതൊന്നും വലിയ വില കൽപ്പിക്കാത്തൊരു സമൂഹത്തിൽ നല്ല ദൈവം പറയുകയാണ്, നീ എളിയവനെ ഒന്ന് ഓണർ ചെയ്ത് നോക്ക്, അത് നിന്റെ ഒരു അനുഗ്രഹമായി മാറും. ഇപ്പൊ ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ നമ്മളെ ഏതൊക്കെ നിലകളിൽ അനുഗ്രഹിക്കാൻ പറ്റുമോ ആ നിലയിലെല്ലാം അനുഗ്രഹിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ ആ കാരണത്താൽ അനുഗ്രഹിക്കും. ഞാൻ വിശന്നു, എനിക്ക് തിന്മാൻ തന്നില്ല. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ ആദരവ്, തിന്മാൻ കൊടുക്കുന്നതിന് ആദരവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ തന്നെ സമൂഹത്തോടും തകർന്നവരോടുള്ള നമ്മളുടെ മനോഭാവവും ദൈവം നോക്കുന്നു. അതും നോക്കി ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ താഴത്തെ ബ്ലെസ്സിങ് കാണുമ്പോഴാണ് ഭയങ്കര അതിശയം. ഇപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവിടെ ഒരു അനുഗ്രഹം. ദൈവത്തെ ഭയപ്പെടുക, അവിടെ ഒരു അനുഗ്രഹം. യേശുവിനെ ഇടയനാക്കുക, അവിടെ ഒരു അനുഗ്രഹം. അപ്പോൾ ഓരോ കാര്യത്തിനും അനുഗ്രഹം തരികയാണ്.
ഇവിടെ പറയാണ്, നീ എളിയവനെ, തകർന്നവനെ, സമൂഹത്തിൽ വലിയ പേരൊന്നും ഇല്ലാത്തവനെ ഒന്ന് ബ്ലസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് അനുഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ അവരൊന്ന് ആദരിച്ചാൽ, ആ കെറോഫിൽ നിനക്ക് സംഭവിക്കുന്ന വിഷയം കഷ്ടകാലത്ത് അല്ലെങ്കിൽ നിന്റെ അനർത്ഥ ദിവസത്തിൽ, നിന്റെ സ്ട്രഗിൾ ചെയ്യുന്ന സമയങ്ങളിൽ ദൈവം നിന്നെ വിടുവിക്കും. സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ദൈവം നിന്നെ വിടുവിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, യഹോവനെ കാത്ത ജീവനോടെ പരിപാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും. അടുത്ത വാക്ക്, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു മനസ്സലിവും അനുകമ്പയും ഉണ്ടാകട്ടെ. യേശു കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. ചോദിച്ചൊരു ചോദ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാമോ? കർത്താവ് ചെന്നവരെ തൊട്ടു സൗഖ്യമാക്കിയെന്ന വചനം. കുഷ്ഠരോഗിയെ തൊടുന്നവൻ കുഷ്ഠരോഗിയായി മാറും, അല്ലെങ്കിൽ അശുദ്ധനായി മാറും. ഈ മനുഷ്യനെ സ്വന്തം അപ്പൻ തൊട്ടിട്ടില്ല, അമ്മ തൊട്ടിട്ടില്ല. ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പോലെയാണ്. അങ്ങനെ വെറുക്കപ്പെട്ട ആ മനുഷ്യനെ കണ്ടും മനസ്സലിഞ്ഞ് തൊട്ടൊരു കർത്താവ്. നമ്മുടെ ദേശത്തും സമൂഹത്തിലൊക്കെ തകർന്നു കിടക്കുന്നവരെ കാണുമ്പോൾ അവരുടെ സ്നേഹം, ഒരു അനുകമ്പ, ഒരു ആദരവ് നിങ്ങൾ കാണിച്ചാൽ അത് നിങ്ങളുടെയും ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. നാം സമൂഹത്തിനും ഒരു അനുഗ്രഹമായി മാറട്ടെ, അയൽക്കാർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ കർത്താവേ, യേശുവിൻ്റെ മേൽ പകർന്ന അനുകമ്പയുടെയും കാരുണ്യയുടെയും മനസ്സലിവിൻ്റെ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ പകരണമേ പരിശുദ്ധാത്മാവേ. എളിയവരെ ആദരിക്കുവാൻ, ക്ഷീണിതരെ ബഹുമാനിക്കുവാൻ, അവരെ സഹായിപ്പാനൊക്കെയുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, എളിയവർ നിമിത്തം ഞങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹത്തെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ പിതാവേ. കർത്താവേ, ഞങ്ങൾ സമൂഹത്തിന് അനുഗ്രഹമായി, സമൂഹത്തിന് കർത്താവേ നന്മകൾ ചെയ്യുന്നവരെ ഞങ്ങളെ മാറ്റണമേ കർത്താവേ. യേശുവചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആദരിക്കുന്നവരായി ബഹുമാനിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഈ ഒരു ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. സമൂഹത്തിന് നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ, ദേശത്തിനും നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളെ കാണുമ്പോൾ ജനങ്ങൾ പറയട്ടെ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. സ്തോത്രം. കർത്താവേ, ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിലും കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ജീവിതത്തിലും കർത്താവിനെ വെളിപ്പെടുത്തുവാൻ സഹായിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിന്റെ ജനത്തെ പൊതിയുന്നു. ഇന്നത്തെ ദിവസം ഇവർ ചെല്ലുന്ന പോകുന്ന എല്ലായിടത്തും പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര കൃപ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ഈ ദിവസത്തെ നിങ്ങൾ എതിരേൽക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശാലോം.